നമ്മളിവിടെ ബഹ്റൈൻ ഫാമിലീസിന്റെ ഒരു ജൽവ ഹെന്ന പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ജലേബിയാണ്. ജലേബി ഇവിടെ കൂടുതലായിട്ടും അറബ്സ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അവരുടെ പാർട്ടീസിലായിട്ടും അബായന്റെ ഉള്ളിലിടാൻ ഒക്കെ ആയിട്ട് അവർ യൂസ് ചെയ്യും. 8 മണിക്കായിരുന്നു ബ്രൈഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 8 മണിയായപ്പോൾ തന്നെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. വീടിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ആകെ 2-3 പേരും പിന്നെ ഒരുപാട് ഡെക്കറേഷൻസ് ആണ് ഞാൻ ഫസ്റ്റ് തന്നെ കാണുന്നത്. സെൻട്രലായിട്ട് ഒരു ചെയറും അതുപോലെ ഈ ക്ലോത്ത്സും കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ജൽവ പാർട്ടിയാണ്. ഒട്ടും വൈകാതെ തന്നെ അവിടെ മല്ലായ വന്നു. മല്ലായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൽവ പാർട്ടിക്ക് വേണ്ടിയിട്ട് പാട്ട് പാടുന്ന ആൾക്കാരെയാണ് മല്ലായ എന്ന് ഇവിടെ ബഹ്റൈനിൽ പറയുന്നത്. ഈ ജൽവ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈഡിന്റെ കല്യാണത്തിന്റെ മുമ്പായിട്ട് നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. ബ്രൈഡ് ഗ്രൂമിനെ കൂടെ പോകുന്ന പാർട്ടിന്റെ മുമ്പായിട്ട് നടത്തുന്ന പാർട്ടിയാണ് ജൽവ പാർട്ടി. ചിലർ അത് മാരേജിന്റെ കൂട്ടത്തിൽ തന്നെ നടത്തും. എന്നാൽ വേറെ ചിലർ വെഡിങ് പാർട്ടിന്റെ തൊട്ട് തലേ ദിവസമൊക്കെ ആയിട്ട് നടത്താറ്. ജൽവ പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് മല്ലായ വന്നിട്ട് പാട്ട് പാടുമ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള പാട്ട് പാടാൻ വരുന്ന മല്ലായക്ക് 1 അവറിനേക്ക് സ്റ്റാർട്ടിംഗ് ചാർജ് വരുന്നത് 150 BDT എടുക്കും. അതായത് നാട്ടിലെ 30,000 രൂപയുടെ മുകളിലേക്ക് വരും. അതിൽ കുറച്ച് പ്രൊഫഷണൽ ഒക്കെ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ 300, 400, 500 അങ്ങനെ അങ്ങ് പോകും. ഇവിടെ പാട്ട് പാടാൻ വന്നവർ 350 BDT വാങ്ങിയിട്ടുണ്ടായിരുന്നത് 1 അവറിനേക്ക്. ഇവിടെ 2 അവർ ആയിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അതായത് 1 അവറിന് 86,000 അടുത്ത് അവർ ഏൺ ചെയ്യുന്നത്. മൈക്ക് സെറ്റ് ഒക്കെ ആയിട്ടായിരുന്നു അവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് കുറച്ച് നേരം കഴിഞ്ഞേക്കണം മല്ലായ വന്നു. പിന്നെ ഓരോരുത്തരായി ഗസ്റ്റുകൾ വരുന്നവരെല്ലാവരുടെയും കയ്യിൽ ഓരോരോ പൊതി ഉണ്ടായിരുന്നു. അതൊക്കെ ഫുഡ് ഐറ്റംസ് ആയിരുന്നു. മല്ലായ വന്ന് 5 മിനിറ്റുള്ളിൽ തന്നെ ഡ്രസ്സ് എല്ലാം മാറി പാർട്ടി വെയർ ഡ്രസ്സെല്ലാം ഇട്ട് മല്ലായ പാട്ട് തുടങ്ങി. അവിടെ വരുന്ന എല്ലാ ഗസ്റ്റും എന്റെ അടുത്തും അതുപോലെ എല്ലാവരുടെ അടുത്തും വന്ന് സലാം ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എല്ലാ രീതിയിലായിരുന്നു അവർ നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് ബ്രൈഡിന്റെ എൻട്രി വരുന്നത്. ആ വീഡിയോ എനിക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിൽ ബ്രൈഡിന്റെ ഫേസ് കാണുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതാണ്. അപ്പൊ താഴെ കുറേ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. അവരുടെ ഒക്കെ ഫേസ് ഇതിൽ ബ്രൈഡ് ഇറങ്ങി വരുന്ന സമയത്ത് അവരുടെ മേലേക്ക് ഒരുപാട് ക്യാഷ് ഒക്കെ എറിയുന്നുണ്ടായിരുന്നു. ആ എറിയുന്ന ക്യാഷ് ആർക്ക് വേണമെങ്കിലും പോയി എടുക്കാം. ഇവൻ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കും എടുക്കാം. ഞാൻ എറിയുന്നവരുടെ വേക്കിലായിരുന്നു നിന്നത്. അതിനെക്കൊണ്ട് തന്നെ എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ബ്രൈഡിന്റെ ഈ ജൽവ പാർട്ടി ഒക്കെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു കുട്ടി വന്നിട്ട് എന്റെ മുമ്പിൽ. അങ്ങനെ പിന്നെ അവിടുന്ന് മര്യാദയ്ക്കൊന്നും കാണാൻ പറ്റും. ജസ്റ്റ് പാട്ടൊക്കെ നിങ്ങളൊന്ന് കേട്ടു കേട്ടോ. ബ്രൈഡിന്റെ അപ്പുറത്തെ സൈഡ് നിൽക്കുന്നവരെല്ലാവരും ഡാൻസ് കളിക്കുന്നു, കൈ കൊട്ടുന്നൊക്കെ കണ്ടിട്ട് ഒരുപാടധികം ആൾക്കാരുണ്ടായിരുന്നു. കുറച്ചിട്ട് നോക്കി കുത്തുന്നുണ്ട്. പിന്നെ ഞാനും കൂടി ഓരോ കൂടെ കൈ കൊട്ടാണ്. എന്തായാലും ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ കിട്ടുള്ളൂ. അപ്പൊ നന്നായിട്ട് എൻജോയ് ചെയ്യും. നമ്മുടെ കൾച്ചറിനെക്കാട്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇവരുടെ ഓരോ ഫംഗ്ഷൻസും കൾച്ചേഴ്സും എല്ലാം. കുറച്ചേരം ഞാൻ അവിടെ എണീച്ച് നിന്നും കുറച്ചേരം ഇരുന്നും അങ്ങനെല്ലാം കൂടി ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെങ്കിൽ പിന്നെ നിന്ന് എന്റെ കാല് കടന്നപ്പോൾ ഞാൻ അവിടെ എന്നിടാൻ വേണ്ടി ഡെക്കറേഷൻ ചെയ്ത് വെച്ച സ്ഥലത്താണ് ഞാൻ പിന്നെ പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഈ ബാസ്ക്കറ്റിലുള്ളത് ലോങ് ഷാളാണ് കേട്ടോ. ഇതും വെച്ചിട്ടാണ് നമ്മുടെ ബ്രൈഡിന്റെ തലയിൽ കൂടെ 4 ആൾക്കാരെ പിടിച്ചിട്ട് ഇങ്ങനെ പൊന്തിക്കുകയും താത്തുകയും ചെയ്യും. ഓരോരോ പാട്ടിന്റെ മീനിങ് അനുസരിച്ച് അവർ ഈ കളർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ബ്രൈഡിന്റെ കയ്യിൽ ഒരു കൊട്ടയും കൊടുത്തിട്ട് അതിൽ കുറച്ച് കാൻഡിൽസ്, കോയിൻസ്, സ്വീറ്റ്സ്, പിന്നെ ഒരു ടൈപ്പ് ഇല ഉണ്ട്. അതെല്ലാം കൂടെ ഇട്ടിട്ട് ബ്രൈഡ് ഇങ്ങനെ താഴോട്ട് നോക്കിയിരിക്കും. മേലോട്ട് നോക്കുമ്പോൾ ആരൊക്കെയോ തല പിടിച്ച് താഴ്ത്തുന്നുണ്ട്. താഴോട്ട് തന്നെ നോക്കിയിരിക്കാൻ വേണ്ടി. അങ്ങനെ പെട്ടെന്നാണ് പാട്ടിന്റെ മുറുക്കൊന്നുകൂടി കൂടുന്നതും എല്ലാവരും പെട്ടെന്ന് എല്ലാവർക്കും ഡാൻസ് ഒക്കെ ഒന്നുകൂടെ മുറുക്കുന്നത്. ആ സമയത്ത് ഞാൻ ജസ്റ്റ് നോക്കിയാലാണ് എനിക്ക് മനസ്സിലായത് അത് ഗ്രൂമിന്റെ എൻട്രി ആയിരുന്നു എന്നുള്ളത്. അങ്ങനെ ഗ്രൂമ് വന്ന് ബ്രൈഡിന്റെ അടുത്ത് പോയി ആദ്യം തന്നെ സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. അങ്ങനെ ബ്രൈഡും ഗ്രൂമും കൂടെ കുറച്ചു നേരം നിന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും ക്യാഷ് ഒക്കെ എറിയുന്നുണ്ടായിരുന്നു, ചോക്ലേറ്റ്സ് എറിയുന്നുണ്ടായിരുന്നു. അവർ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്ത് കുറച്ച് നേരം കൊണ്ട് മല്ലായ അവർ രണ്ടുപേരും കൂടി കുറിച്ചുള്ള പാട്ടുകളെല്ലാം പാടി. പറഞ്ഞാൽ ഈ ജൽവ പാർട്ടിക്ക് വരുന്ന മല്ലായാസ് പാട് ഈ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും പേര് വെച്ചിട്ടും അവരുടെ സ്ഥലപ്പേര് വെച്ചിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ പാട്ട് പാടുന്നത്. എറിഞ്ഞ കൂട്ടത്തിൽ ഒരു മുട്ടായി വന്ന് വീണത് എന്റെ മടിയിൽ. ഞാൻ അതും എടുത്ത് കഴിച്ച് നമ്മളെ വർക്കിലേക്ക് കടന്നു. ഇന്ന് ഞാൻ ഹെന്നട്ടേന്റെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കുന്നതിനോട് ബ്രൈഡിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. വർക്കൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയി. 12:30-1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ടൈം എനിക്ക് ഓർമ്മയില്ല. അവിടെ നിന്ന് എന്തായാലും ഇറങ്ങുമ്പോൾ അവർ ഒരുപാട് ഐറ്റംസ് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ജൽവ പാർട്ടി കഴിഞ്ഞ് ഹെന്നിടാൻ തുടങ്ങുമ്പോൾ ഓരോരുത്തർ ഓരോ സാധനങ്ങളായിട്ട് വന്നിട്ട് എനിക്കും കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോഴും അവർ ഇതെല്ലാം പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ചും സമൂസ, ഉള്ളിവട പോലുള്ള എന്തോ ഒരു സാധനവും അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ റൈസും ഉണ്ടായിരുന്നു, പിന്നെ സലാഡും ഫ്രൂട്ട്സും അങ്ങനെ എല്ലാം അവർ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ ഉണ്ടായിരുന്നത് ഒരുപാട് നല്ല ആൾക്കാരായിരുന്നു, നല്ല ക്യാരക്ടർ ആയിരുന്നു, നല്ല ട്രീറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇൻഷാല്ലാ സീ യു ടുമോറോ. ബൈ ബൈ.